വ്യോമയാന മേഖലയിൽ നാഥനില്ലാത്ത അവസ്ഥയെന്ന പി സന്തോഷ് കുമാർ എം പി. വിമാന കമ്പനികളുടെ നിരക്ക് വർധനയിൽ യാതൊരു നിയന്ത്രണവും കേന്ദ്ര സർക്കാരിനില്ല. ദേശീയ എയർലൈൻസ് ഇല്ലാത്തതും പ്രതിസന്ധിക്ക് ഇടയാക്കിയെന്നും പി സന്തോഷ് കുമാർ എം പി പറയുന്നു. ഈ മേഖലയിലുള്ള കുത്തക അവരാണ്. അപ്പോൾ ഏത് മേഖലയിലുള്ള കുത്തകവൽക്കരണം അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വകതിരിവും ഇല്ലാമുള്ളതാണ്. ഇത്രയധികം ലക്ഷക്കണക്കായ ഒരു മില്യൺസായ പാസഞ്ചേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു സർക്കുലർ ഇറക്കുമ്പോൾ അതെങ്ങനെയാണ് കമ്പനികളെ ബാധിക്കുന്നത് എന്നൊരു സാമാന്യമായ ധാരണ വേണ്ടേ? അതുണ്ടായില്ല. അതുകൊണ്ട് ഫലം എന്താണ്? ചെറിയൊരു റൂട്ടിലേക്ക് പോലും 40,000-50,000 രൂപയാണ്. ഞാൻ ഒരു ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ ഡൽഹി ടു ബാംഗ്ലൂർ വയ സ്പൈസ് ജെറ്റ് 82,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷങ്ങളായി മലയാളികൾ ഉന്നയിക്കുന്ന ഒരാവശ്യമുണ്ടല്ലോ, ഈ സീസൺ ആകുമ്പോൾ കൊള്ളയടിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്, അതിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.